അടുത്തയാഴ്ച സോനയുമായുള്ള വിവാഹമാണ്. പൂനെയിൽ നിന്നും വിഷ്ണു ഉടനെ വീട്ടിലേക്ക് എത്തുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു വീട്ടുകാരും. സന്തോഷത്തിന് പിന്നാലെ ദുഃഖമുണ്ടാകുമെന്ന് പണ്ടാരോ പറഞ്ഞ പോലെ ഡിസംബർ 17 കഴിഞ്ഞിട്ടും വിഷ്ണു വീട്ടിലെത്തിയില്ല. നിസ്സഹായരായ വീട്ടുകാർ വിഷ്ണുവിനെ കണ്ടെത്തുക എന്ന ദൗത്യം എലത്തൂർ പോലീസിൽ ഏൽപ്പിച്ചു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മഹാരാഷ്ട്രയിലും ബംഗളൂരുവിലുമെല്ലാം അന്വേഷണ സംഘമെത്തി. ഒടുവിൽ ബാംഗ്ലൂരിൽ നിന്ന് വിഷ്ണുവിനെ കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ബോംബെയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ നമ്മൾ എത്തിച്ചേരുകയും പക്ഷേ 20-ാം തീയതി അദ്ദേഹം ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തതായി നമ്മൾ അറിയുകയാണ് ഉണ്ടായത്. ഏകദേശം ഒരു 1500ഓളം CCTV ക്യാമറകൾ, അത് ഛത്രപതി ശിവജി ടെർമിനലിലെ അടക്കം CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ അദ്ദേഹം ഉദ്യാൻ എന്ന ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും തുടർന്ന് ബാംഗ്ലൂരിൽ 2 ദിവസം മുമ്പ് നമ്മൾ എത്തുകയും അവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുകയും വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഇദ്ദേഹത്തെ ബാംഗ്ലൂർ വെച്ച് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വിഷ്ണു പോകല്ലേ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളെ എല്ലാവരും കരയാണ്, നിങ്ങളെ കരുതി ഞങ്ങൾ 10 ദിവസമായിട്ട് ആരും വെള്ളമില്ല നടക്കുകയാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. 2 ആഴ്ചക്കുള്ളിൽ വിഷ്ണുവിനെ കണ്ടെത്തി രക്ഷിതാക്കളെ ഏൽപ്പിച്ച പോലീസ് ഹാപ്പിയാണ്. ആ സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് താൻ മാറി നിന്നതെന്നും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ പ്രയാസമുണ്ടെന്നുമാണ് വിഷ്ണു പറയുന്നത്. ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. അല്ലല്ല, ഞാൻ അല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ സാറുമാരെ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ, കാരണം സാറുമാരും ഒരുപാട് പേര് ബുദ്ധിമുട്ടി, അതിലൊരു വിഷമമുണ്ട്. മകനെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച അച്ഛൻ മകനോട് വിഷമങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. അതിനപ്പുറം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നവരാവണം എല്ലാവരും എന്ന സന്ദേശം കൂടെ ഈ അച്ഛൻ നൽകുകയാണ്. ഭയങ്കര മാനസികമായിട്ട് ഇത്രയും ടെൻഷൻ അനുഭവിച്ച ജീവിതത്തിലുണ്ടായില്ല. അപ്പോൾ 15 ദിവസം കഴിഞ്ഞു പോയത് എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നു. മക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മക്കൾ നമ്മൾ രക്ഷിതാക്കളോട് പറയണം. പറയാതെ മൂടി വെച്ചിട്ട് കാര്യമില്ല, എല്ലാവരെയും ടെൻഷൻ അടുപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറയാറുള്ളത്. വിഷ്ണുവിന് ഇനി അമ്മയെ ഒന്ന് ചേർത്തു പിടിക്കണം, സോനയെ കാണണം, ലീവ് നീട്ടിക്കിട്ടിയാൽ കുടുംബത്തിനൊപ്പം കുറച്ച് ദിവസം കൂടെ നിൽക്കണം. ഇതൊക്കെയാണ് ഇനിയുള്ള ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.